സുഹൃത്തുക്കളെ, മസുപത്തായക്കല്ലാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എച്ച് എന്ന അക്ഷരം ഒരു 3D മോഡലിൽ ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതാണ്. ഒരു വൈറ്റ് കളർ ബോർഡിൽ എച്ച് എന്നുള്ള അക്ഷരം ഒരു ഔട്ട്ലൈൻ ഇടുന്നത് പോലെ ആദ്യം ഒരു റെഡ് കളർ എടുത്തുകൊണ്ടാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ലെറ്ററിന് ഒരു 3D എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് ഒരു ഗ്രേ കളറാക്കി ആ ലെറ്ററിൻ്റെ വലതുഭാഗത്തേക്ക് മാത്രമാകുന്ന രീതിയിൽ ചെറിയ തോതിൽ സ്പ്രേ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സ്പ്രേ ചെയ്യുന്ന ജോലി കഴിഞ്ഞതിന് ശേഷം ആ ലെറ്റർ ശരിക്ക് തെളിയുന്ന രൂപത്തിൽ തന്നെ ആ റെഡ് കളർ തന്നെ എടുത്തുകൊണ്ട് ഒരു കോട്ട് നന്നായി ഫില്ലായി ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടത്. ഇത് വൈറ്റ് കളറിലുള്ള ബോർഡ് ആയതുകൊണ്ടാണ് ഡയറക്റ്റ് റെഡ് കൊണ്ട് എഴുതുന്നത്. മറ്റുള്ള ഏതെങ്കിലും ഡാർക്ക് കളർ ബോർഡായിരുന്നു എങ്കിൽ ആദ്യം വൈറ്റ് കളർ കൊണ്ട് ഇങ്ങനെ ഒരു ലെറ്റർ എഴുതിയതിനു ശേഷം പിന്നീടാണ് ഇങ്ങനെ കളർ കൊടുക്കേണ്ടത്. പിന്നെ ആ ലെറ്റർ രണ്ട് ഭാഗങ്ങളാക്കുന്നതിന് വേണ്ടി ലെറ്ററിൻ്റെ നടുവിലൂടെ ഒരു പെൻസിൽ എടുത്തുകൊണ്ട് മാർക്ക് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ ആ മാർക്ക് ചെയ്തതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ ലെറ്റർ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്ന രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു കളർ എടുത്തുകൊണ്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുകയാണ് വേണ്ടത്. ഇങ്ങനെ സ്പ്രേ ഗണ്ണ് ഉപയോഗിച്ചല്ലാതെ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടും ഈ രൂപത്തിലുള്ള 3D ലെറ്ററുകൾ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഗണ്ണും കംപ്രസറും ഒന്നുമില്ലാത്ത ആളുകൾ ഈ രൂപത്തിലുള്ള 3D ലെറ്റർ എങ്ങനെയാണ് ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടി അടുത്ത വീഡിയോയിൽ ഈ രൂപത്തിലുള്ള 3D ലെറ്റർ എങ്ങനെയാണ് ബ്രഷുകൾ ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. നമ്മൾ വീട് പെയിൻറ് ചെയ്യാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സാധാ അക്രിലിക് എമൽഷനുകളാണ് ഞാനിവിടെ ഈ 3D ലെറ്റർ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ചിത്രകലകളെക്കുറിച്ചും ഡ്രോയിങ്ങിനെക്കുറിച്ചുമൊക്കെ അറിയാമെങ്കിലും ഒന്നും പ്രകടിപ്പിക്കാതെ എല്ലാം മൂടി വെച്ച് കണ്ടു കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മൾക്കിടയിൽ ഇന്നുമുണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വളരെ ദയനീയമായ കാര്യം. അത്തരക്കാരോട് എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. നമ്മൾ ഏത് പ്രായക്കാരനാണ് ഏത് പ്രായക്കാരിയാണ് എന്നുള്ളതല്ല, നമ്മൾ ഏത് പ്രായക്കാരനെ പോലെ ചിന്തിക്കുന്നോ എന്നുള്ളതാണ്